ഈ വർഷത്തെ കണ്ണൂർ എംബാർക്കേഷനിലെ ഹജ്ജ് തീർത്ഥാടനത്തിന് വ്യാഴാഴ്ച സമാപനമാകും. അവസാന വിമാനം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പറന്നുയരും. 3 വർഷമായുള്ള ഹജ്ജ് തീർത്ഥാടനത്തിലെ ഏറ്റവും കൂടുതൽ യാത്രികർ പോയതും ഇത്തവണ. ഇക്കഴിഞ്ഞ 9-നാണ് ക്യാമ്പിന് തുടക്കമായത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 11-ന് പുലർച്ചെ 4-നായിരുന്നു 170 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പറന്നുയർന്നത്. ചൊവ്വാഴ്ച വരെ എയർ ഇന്ത്യയുടെ 26 ഹജ്ജ് വിമാനങ്ങളാണ് തീർത്ഥാടകരുമായി സർവീസ് നടത്തിയത്. 29-ന് പുലർച്ചെ 12:45-നാണ് അവസാന സംഘം യാത്രയാവുക. ഇതോടെ ഇത്തവണത്തെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ യാത്രയ്ക്ക് സമാപനമാകും. ഇത്തവണ 4756 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി ആകെ യാത്രക്കാരായുള്ളത്. ഇതിൽ സ്ത്രീ തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതൽ. 2847 പേർ. 1909-ആണ് പുരുഷ തീർത്ഥാടകരുടെ എണ്ണം. ഇത്തവണ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരിൽ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലെ തീർത്ഥാടകരാണുള്ളത്. 1869 പേരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 1395 യാത്രക്കാരാണുള്ളത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 1026, മലപ്പുറം 151, വയനാട് 199, പാലക്കാട് 2, തൃശൂർ 1, എറണാകുളം 3, കൊല്ലം 5, ഇടുക്കി 3, തിരുവനന്തപുരം 1 എന്നിങ്ങനെയാണ് കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം. ഇതിനു പുറമെ പോണ്ടിച്ചേരിയിൽ നിന്ന് 31 പേരും ദക്ഷിണ കന്നഡയിൽ നിന്ന് 44 പേരും ഉടുപ്പി, ബംഗളൂരു, അർബൻ, ചിത്രദുർഗ എന്നിവിടങ്ങളിൽ നിന്ന് 2 വീതം തീർത്ഥാടകരും കുടകിൽ നിന്ന് 20 പേരുമാണ് യാത്രക്കാരായുണ്ടായത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.